എല്ലാവർക്കും നമസ്കാരം. SL മീഡിയയിലേക്ക് സ്വാഗതം. 2023-24 വർഷങ്ങളിൽ സേവനമനുഷ്ഠിച്ച കൈക്കാരന്മാർക്ക് യാത്രയയപ്പ് നൽകുകയും അതോടൊപ്പം പുതിയ കൈക്കാരന്മാർക്ക് സ്വീകരണം നൽകുന്നതായി നമുക്ക് വികാരിയച്ഛന്റെ വാക്കുകൾ കേൾക്കാം. സ്നേഹമുള്ളവരെ, സന്തോഷവും കൃതജ്ഞതയും നിറഞ്ഞ ഒരു ദിവസത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. നമ്മുടെ ഇടവകയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ ഇടവകയുടെ വിവിധങ്ങളായ നടത്തിപ്പിൽ ഉത്തരവാദിത്വ ബോധത്തോടെ വികാരിയച്ഛന്മാരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ച ഒരു കൂട്ടം കൈക്കാരന്മാരുടെ സ്ഥാനമൊഴിവും അരമന നിയോഗിച്ചു തന്ന പുതിയ കൈക്കാരന്മാർ ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള ദിവസമാണിന്ന്. വളരെ അധ്വാനിച്ച ഒരു വർഷമായിരുന്നു ഇന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറുന്ന കൈക്കാരന്മാർക്ക്. കുറേയധികം നല്ല കാര്യങ്ങൾ ഇടവകയ്ക്ക് വേണ്ടി മുൻ വികാരിയച്ഛനായ ജോയി കൊള്ളന്നൂരച്ഛനും ഇപ്പോഴത്തെ വികാരി ഫാദർ ഷാജി കൊച്ചുപുരക്കലച്ഛനും അസിസ്റ്റന്റ് വികാരിമാരോടും ഒപ്പം ചേർന്ന് ഈ കൈക്കാരന്മാർ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ അവർ വളരെ സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. വിൻസെന്റ് MF-ഉം ജാക്സണും ഡെയ്സണും ലിൻഡോയും വളരെ മനോഹരമായി വിവിധ ആഘോഷവേളകളിൽ അവർ തങ്ങളുടെ സമയം വളരെയധികം അതിൻ്റെ വിജയത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് അവർ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയുണ്ടായി. ഇടവകയുടെ പാരീഷ് ഹാളിലേക്ക് പുതിയ ഒരു ജനറേറ്റർ വാങ്ങി വെക്കുവാനും പുതിയതായി വന്ന അച്ഛന്മാർക്ക് ദൈർഘ്യമേറിയ വേനൽക്കാലത്തിൻ്റെ ആ പൊറുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വന്ന ദിവസം തന്നെ അച്ഛന്മാർക്ക് പുതിയ എയർ കണ്ടീഷണർ സ്ഥാപിക്കാനുമൊക്കെ ഈ നല്ല കൈക്കാരന്മാർ വളരെ താല്പര്യത്തോടു കൂടി രംഗത്ത് വന്നെന്നുള്ളത് ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് വളരെ നന്ദിയോടെ ഓർക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ഈ ചുമതലയിൽ നിന്ന് ഒഴിയുന്ന ഈ അവസരത്തിൽ അവർക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കൈക്കാരന്മാരുണ്ട്. ഡേവിസും ബാബുവും പോളിയും അതുപോലെ സെബിയും ഈ 4 കൈക്കാരന്മാർ ചുമതല ഏറ്റെടുക്കുകയാണ്. അവരേതാണ്ട് എല്ലാവരും തന്നെ ആദ്യമായാണ് കൈക്കാരസ്ഥാനത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ കുറേ അവ്യക്തതകളും അറിവില്ലായ്മകളും ഒക്കെ ഉണ്ട്. എങ്കിലും സ്ഥാനമൊഴിയുന്ന കൈക്കാരന്മാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അവരുടെ പ്രോത്സാഹനങ്ങളും അവരുടെ തിരുത്തലുകളും ഒക്കെ ഇവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ കൂടുതൽ സുഗമമാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛന്മാരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും ഈ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കാനും മെച്ചപ്പെട്ട സേവനങ്ങൾ വിനീത ഭാവത്തിൽ നൽകുവാനായിട്ടും ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവം അതിനുവേണ്ട കൃപയും നിങ്ങൾക്ക് നൽകാതിരിക്കുകയില്ല എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈശോയ്ക്ക് സർവ്വത സമർപ്പിച്ച് അവിടുത്തെ ഭൗതിക ശരീരമായ തിരുസഭയുടെ അഭിവൃദ്ധിക്കായിട്ട് നമുക്ക് കൂട്ടായിട്ട് യത്നിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി. ഒരു കൊല്ലം നിങ്ങളുടെ ഇടവയ്ക്ക് വേണ്ടി, നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയായിരുന്നു. ചില കുറവുകളും അതുപോലെ തന്നെയുള്ള കുറേ നല്ല പ്രവർത്തി ഞങ്ങൾക്ക് സാധിച്ചു. അതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന കൈക്കാരന്മാരായ ഡേവിസ്, വിൻസെൻ്റ്, ലിൻഡോ, ഞങ്ങൾ ഒത്തൊരുമിച്ചിട്ടാണ് ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ സാധിച്ചത്. ഇനി വരുന്ന കൈക്കാരന്മാർക്കും ഇതുപോലെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കൃപ ദൈവം അവർ കൊടുക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നുകൊണ്ട് നിർത്തുന്നു. ജാക്സൺ നിലങ്കാവിൽ. പുതിയ കൈക്കാരന്മാർക്ക് എല്ലാ മുൻ പ്രവർത്തിക്കാനുമുള്ള എല്ലാ കഴിവും അനുഗ്രഹവും അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അതുപോലെ തന്നെ SL മീഡിയ ഞങ്ങളോട് വളരെ സഹകരിച്ചു. അവർക്ക് പ്രത്യേകം അവർ കൊടുക്കുന്നു. പ്രത്യേകം നന്ദി പറയുന്നു. യോഗ്യനാരൂഴിയിൽ നിന്റെ ഗേഹത്തിനുള്ളിൽ വസിക്കാൻ, യോഗ്യനാരൂഴിയിൽ നിന്റെ മുറ്റത്തു കാലുകൾ കുത്താൻ. ഞങ്ങളെല്ലാവരും ഈ 23-24 കാലഘട്ടത്തെ കൈക്കാരന്മാരാണ്. ഞങ്ങൾ കുറേ കുറവുകളും അതിലേറെ ഞങ്ങൾ കുറേ പ്രയത്നങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അത് ഒത്തൊരുമിച്ച് ഇതുവരെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തു. പള്ളിയിലെ ജനറേറ്റർ, അതുപോലെ അച്ഛന്മാർക്ക് കേസ് വയ്ക്കുക, അതുപോലുള്ള കുറേ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു, വികാരിച്ചൻ പറഞ്ഞു. അതെല്ലാം നല്ല രീതിയിൽ ചെയ്ത് ഈ കൊല്ലം ഞങ്ങൾ പൂർത്തിയാക്കി. അപ്പം ഞങ്ങളോട് സഹകരിച്ച പ്രതിനിയോഗാംഗങ്ങൾക്കും എല്ലാവർക്കും ഇടവക്കാർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സ്നേഹം നിറഞ്ഞ ഇടവകാംഗങ്ങളെ, ഞങ്ങൾ ഒരു കൊല്ലം നമ്മുടെ കൈക്കാരന്മാരായിട്ട് സേവനം അനുഷ്ഠിച്ചു. ഞങ്ങൾക്ക് പലതും
നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിന് അച്ഛന്മാരുടെ കട്ട സപ്പോർട്ടിങ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും നല്ല പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. നമ്മുടെ ജനറേറ്ററിൻ്റെ കാര്യം നമുക്കത് നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റ് റൂം AC ആക്കി കൊടുത്തു. അതുപോലെ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു നമ്മുടെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ വഴുതി വീഴുന്ന ഒരു സംഭവം. അതിന് നമുക്ക് റീപ്പർ അടിക്കാനും ഇതൊക്കെ അച്ഛന്മാരുടെ ആ സപ്പോർട്ടിങ് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടന്നത്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. അതിനേക്കാൾ ഉപരി ഞങ്ങൾ 4 പേരും നല്ല ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് 90% അല്ല 100% തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് മറ്റുള്ള ഇടവകയിലുള്ള ആളുകളുടെ ഒരു മോശമായൊരു സംസാരം ഞങ്ങളെ പറ്റിയിട്ട് പറയുന്നത് കേട്ടിട്ടില്ല. ഇല്ല എന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു നടത്താൻ പറ്റിയതിന് ദൈവത്തിന് നന്ദി പറയാം. അതൊരു പരിശുദ്ധാത്മാവിന്റെ കൃപ ശക്തിയുള്ളത് കൊണ്ട് നമുക്കതൊക്കെ ഏറ്റെടുത്ത് നടത്താനും നല്ല എനർജി ആയിട്ട് പ്രവർത്തിക്കാനും സാധിച്ചു. അതുപോലെ നമ്മുടെ പകുതിയോളം മാസക്കാലം നമ്മുടെ ജോയിച്ചനും ഗോഡ്മിനച്ഛനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛനും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും അനുസരിച്ച് മുന്നോട്ട് പോകാനും സാധിച്ചു. പിന്നെ വന്ന അച്ഛൻ ഷാജി അച്ഛനും ഗോഡ്മിനച്ഛനും അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടിങ് തന്നെയായിരുന്നു. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇത്രയും കാലം ഈ ഒരു വർഷം നടത്താൻ പറ്റി. ഞങ്ങൾ കൈക്കാരസ്ഥാനം ഒഴിയണമെന്നുള്ളത് അറിഞ്ഞിട്ട് പോലും ഞങ്ങൾ ഇന്നലെ രാവിലെ വരെ ഞങ്ങൾക്ക് ഇവിടെ പ്രവർത്തനത്തിൻ്റെ മേഖലയിലെ ഞങ്ങൾ സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി ആളെ കൊണ്ടുവരലും അത് ചെയ്യിപ്പിക്കലും ഒക്കെ ചെയ്ത കൈക്കാരന്മാരാണ്. അപ്പോൾ നമ്മളൊരു മാറുകയാണെന്ന് വെച്ച് മാറി നിൽക്കുന്നില്ല. നമ്മളത് അവസാന നിമിഷം വരെ ഞങ്ങൾ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്നും അവർക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ സപ്പോർട്ടിങ് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ പുതിയ കൈക്കാരന്മാരായിട്ട് ആരും മോശക്കാരല്ല വന്നിരിക്കുന്നത്. നല്ല ശക്തരായവരും അറിവും വിവരമുള്ള ആളുകൾ തന്നെയാണ്. അവരുടെ നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടവയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായും ഇവരെല്ലാവരും തന്നെ നമ്മുടെ ഇടവകയുടെ നന്മയ്ക്ക് വേണ്ടി 2023-24 വർഷങ്ങളിൽ വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ SL മീഡിയക്കൊപ്പവും ചേർന്ന് പ്രവർത്തിക്കാനും അവർക്ക് SL മീഡിയയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. അവരുടെ സഹകരണത്തോടു കൂടി തന്നെ SL മീഡിയ പുരോഗമിക്കുന്നതിനായ ക്യാമറയും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളെല്ലാം ഒരുക്കി തന്നത് ഇവരുടെ സഹകരണത്തോടു കൂടി തന്നെയാണ്. തീർച്ചയായും ഒത്തിരി നന്ദിയുണ്ട് നിങ്ങൾ 4 പേർക്കും. ദൈവം ഇനിയുള്ള കാലഘട്ടങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഈ ഇടവകയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകൾക്കും നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കട്ടെ. ഇനി ദൂരം അതിവേഗം അകലങ്ങൾ അറിയാതെ ഇനിയെന്നും തുണയായി തരണങ്ങൾ വഴി നീളും. 2024-25 വർഷങ്ങളിൽ നമ്മുടെ കോട്ടപ്പടി ഇടവകയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട കൈക്കാരന്മാരെ ആദ്യം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ നിയോഗങ്ങൾ അവരുടെ ചുമതലയിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവരെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് ഡേവ് CK. ഞാൻ മൂരെ കുടുംബകൂട്ടായ്മയിൽ നിന്ന് വരുന്നു. ഞാനിത് 2018 ഞാൻ നോബിച്ചിൻ്റെ കൂടെ ട്രസ്റ്റിയായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാനൊരു നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2ാമത്തെ ടൈമാണ്. കൊച്ചുപുറക്കിലച്ഛൻ്റെ നിർദ്ദേശങ്ങളും എല്ലാം കേട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാം. ഞാൻ VK ബാബു, ഏതൻ കുടുംബ കൂട്ടായ്മയിൽ നിന്ന് വരുന്നു. ഞാൻ കൈക്കാരനായിട്ട് ഇത് ആദ്യ സമയമാണ് വരുന്നത്. ഈ കൈക്കാരൻ പോസ്റ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവനിശ്ചയമായിട്ട് ഞാൻ കരുതുന്നു. മുൻപ് പലപ്പോഴും എൻ്റെ പേര് ലിസ്റ്റിൽ വന്നിരുന്നെങ്കിലും എനിക്ക് ആവാനുള്ള അവസരം ഉണ്ടായില്ല. ഇപ്രാവശ്യം ഈ അവസരം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ സഹകരിച്ച കൊച്ചച്ഛനോടും എൻ്റെ പേര് നിർദ്ദേശിച്ച ലിൻഡ ചാക്കോനോടും ആനി ജോസിനോടും ഇതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ എൻ്റെ പേര് നിർദ്ദേശിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ കൈക്കാരൻ്റെ ഈ പോസ്റ്റ് ഈ പ്രവർത്തനങ്ങൾ പള്ളിയുടെ നല്ലതായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്നും എൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്ത് പള്ളിയുടെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയുന്നു. നന്ദി, നമസ്കാരം. KP പോളി ബത്സൈദ യൂണിറ്റിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കൈക്കാരനാവുന്നത്. ഇതിനു മുൻപ് അങ്ങനെയുള്ളൊരു അവസരം വന്നെങ്കിലും അത് ദൈവനിശ്ചയപ്രകാരം അത് അതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ആവാനായിട്ട് സാധിച്ചില്ല. വളരെ ചെറുപ്പം മുതലേ അൾത്താർ സംഘം തൊട്ട് പല സംഘടനകളിലും പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ്
ഈ ഒരു കൈക്കാരൻ എന്നുള്ള ഈ പോസ്റ്റിന് ഉപകരിക്കുമെന്ന് കരുതുന്നു. കോട്ടപ്പടി ഇടവകയിലെ ജനങ്ങളുടെ താല്പര്യപ്രകാരം അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൈക്കാരന്മാരും അച്ഛനുമായിട്ട് ആലോചിച്ച് പ്രതിനിധിയോഗത്തിൽ നിന്ന് ഉള്ള തീരുമാനം അനുസരിച്ച് ഈ ഒരു വർഷക്കാലം കോട്ടപ്പടി പള്ളിയുടെ പ്രവർത്തനങ്ങളായിട്ട് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഈ അവസരത്തിൽ ഈ ഒരു കൈക്കാരൻ എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ അവസരത്തിൽ പ്രത്യേകിച്ച് തമ്പുരാനോടും ഇത് ഞങ്ങളെ തിരഞ്ഞെടുത്ത അച്ഛനോടും പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് സെബി താണിക്കൽ. ഞാൻ സമരിയ കുടുംബ കൂട്ടായ്മയുടെ കൺവീനറാണ്. ഞാൻ ഈ കൈക്കാരൻ എന്ന സ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. ഇതൊരു ദൈവനിശ്ചയമാണ്. ഇതിന് പ്രത്യേകം ഞാൻ വികാരിയച്ഛനോടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളൊരു വർഷക്കാലം ഞങ്ങൾ 4 പേരും ഇടവകയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഞാനൊരു 4 പേരിലെ ഒരു യുവജന പ്രതിനിധിയായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇടവകയിലെ യുവജനങ്ങളെ കൂട്ടിച്ചേർത്തിക്കൊണ്ട് അവരെ ഒത്തൊരുമിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കഴിവ് നൽകാൻ വേണ്ടിയിട്ട് കൂടാതെ മീഡിയ പ്രവർത്തകരുമായിട്ട് കൂടുതൽ പള്ളിയുമായി കൂടുതൽ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുമെന്ന് ദൈവത്തെ പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. തീർച്ചയായും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി വന്നവരാണ് ഇവർ 4 പേരും. ഇവരുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഇവർക്ക് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ. SL മീഡിയയുടെയും ഇടവകയുടെയും പേരിൽ പുതിയ കൈക്കാരന്മാർക്ക് ആശംസകൾ നേരുന്നു. ഇറ്റ്സ് മീ ആൻഡ് ജോസ് സൈനിങ് ഓഫ് വിത്ത് ക്യാമറമാൻ ആദം.